ഒരുപാട് പേര്, ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിൽ നോർമൽ ഡെലിവറി അല്ല സി സെക്ഷനാണ് ചൂസ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ള ഒരു 100 കമൻറ്റെങ്കിലും ഉണ്ടായിരുന്നു. അത് കമൻ്റ് എന്നുള്ളതല്ല പറയണ്ടേ, എല്ലാവരും എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടായിരുന്നു. അതായത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അനുഭവിച്ചോളും, അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് അറിഞ്ഞോളും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ കണ്ട ആകെയുള്ള നെഗറ്റീവ് കമൻ്റ് എന്ന് പറയുന്നതും അത് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയട്ടെ, ഇത് തീർത്തും എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. എനിക്ക് വളരെ പ്ലഷറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു സിസേറിയൻ എന്ന് പറയുന്നത്. ഈ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ച അടുത്ത ദിവസം എഴുന്നേറ്റ് നടക്കുമ്പോഴത്തേക്ക് നടക്കാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് വേദനയായിരിക്കും, ഞാൻ കിടന്ന് കരയുമെന്നൊന്നും പറഞ്ഞ അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ചൊരു വീഡിയോ ഇടുന്നുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് വേദന ഉണ്ടാകാതിരുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ സി സെക്ഷൻ ചൂസ് ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദീകരിച്ചൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അത് എൻ്റെ ലാസ്റ്റ് ചെക്കപ്പും കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ കംപ്ലീറ്റ്ലി ഹെൽത്തിയാണ്, ഓക്കെ ആണ് എന്നറിഞ്ഞതിന് ശേഷം ആ വീഡിയോ പറയാം. സോഫാർ സിസേറിയൻ കഴിഞ്ഞ 3 ആഴ്ച കഴിഞ്ഞു. ഞാൻ എൻ്റെ ആയുർവേദ പോസ്റ്റ് നേറ്റൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണെങ്കിലും ഇപ്പോൾ എല്ലായിടവും ഒക്കെ വളരെ ഓക്കെ ആയിട്ടുണ്ട്, പെയിനൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാലോ, ഞാൻ എന്നെ എഴുന്നേറ്റ് ഓടിച്ചാടി കിടക്കുന്ന സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. ആകെയുള്ളൊരു വിഷമം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു 4 മാസം ഗർഭിണിയെ പോലെയാണ് വയറിരിക്കുന്നത്. ഇനി ഇതിനെ എങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കയറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ.